ഹേ ഗായ്സ്, അൽവിൻസ് ടെക് ആൻഡ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജാപ്പനീസ് വില്ലേജ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ 21-ാം തീയതി അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു ഓർത്തിരുന്നത്. പിന്നെ അപ്പോഴത്തേനെ നമ്മൾ ഇന്നും കൊണ്ട് തന്നെ എല്ലാ പണിയും തീർത്തു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഉണ്ടാക്കുന്ന സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ തെർമോക്കോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യം എടുത്ത ലെയർ. ഇത്ര സ്ക്വയർ ഫീറ്റിലാണ് എടുക്കുന്നത്. പിന്നെ പുഴ സെൻറ്ററിലൂടെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു സ്കെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ തെർമോക്കോൾ ഷീറ്റ് എന്ന് പറയുന്നത് 2 ലെയറാണ് നമ്മളിവിടെ എടുക്കുന്നത്. 2 ലെയർ എടുത്താലാണ് 2 ലെയർ എടുക്കുന്നതെന്ന് പറയുന്നത്. താഴത്തെ ലെയറിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. മുകളിലത്തെ ലെയറിലാണ് നമ്മളിങ്ങനെ മുറിച്ച് പുഴയുടെ രൂപത്തിലേക്കൊക്കെ ആയിട്ട് കുഴിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതും കൂടെ അങ്ങ് ഒട്ടിച്ചെടുക്കാം. രണ്ടും കൂടെ ഇപ്പോൾ നമ്മൾ 2 ഷീറ്റും മുറിച്ച് ഇനി ഒട്ടിക്കാനുണ്ട്. ഈ നമ്മൾ ഒട്ടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ 2 ലെയറും ഒരേ ലെവലിലായിരിക്കണം എന്നില്ല. അപ്പം നമ്മൾ ഈ കത്തി വെച്ചിട്ട് ഉരുക്കും. അപ്പം നല്ലപോലെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പുഴയും കത്തി വെച്ച് ജസ്റ്റായിട്ട് ഒരുക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ നല്ല റഫൊക്കെ ആയിട്ട് സൈഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല പെർഫെക്ഷനായി നമുക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ റഫൊക്കെ ആയിട്ട്. ഈ കരിഞ്ഞു പിടിച്ചൊക്കെ നമുക്ക് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ പൊക്കത്തോടെ നമുക്ക് പ്ലാസ്റ്റർ പാരീസ് ഒഴിക്കേണ്ടതാണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കരിയൊക്കെ ഒന്ന് മാറ്റിക്കളയാം. അത് ഓർത്തപ്പോഴാണ് ഗൈസ്, നമുക്ക് ചെറിയ മലകളൊക്കെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ എന്ത് രസം. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ മലയും കൂടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മലയും കൂടെ സെറ്റപ്പ് ചെയ്യും, മറ്റേ നമ്മുടെ ആ ടെമ്പിൾ പോലത്തെ ആ സംഭവം വെക്കാൻ വേണ്ടി. അതും കൂടെയും ഇനി വച്ചേ പറ്റുള്ളൂ. ഈ ടെമ്പിളാണെങ്കിൽ നമ്മൾ കറക്റ്റ് മെയിൻ അട്രാക്ഷൻ പോലെ ഇത് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ വലിയൊരു മല, എന്നിട്ട് സ്റ്റെപ്പ് കയറി ഒരു കയറ്റത്തിൽ ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും സെറ്റപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ പുഴ, ഈ വീടെന്ന് പറയുമ്പോൾ ഈ പുഴയുടെ സൈഡിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ആ പുഴയുടെ അടുത്ത് തന്നെ ആയിരിക്കും നമ്മൾ വഞ്ചിയൊക്കെ വെക്കാൻ പോകുന്നത്. അപ്പം ഇനി അടുത്ത മലയും കൂടെ ഉണ്ടാക്കാം. ഇതാണ് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ ഒരു ചെറിയ വഴി പോലെ ഞാൻ ഒരുക്കി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒത്തിരി ക്ലിയർ ആക്കണമെന്നൊന്നുമില്ല. അത് ഇനി നമ്മൾ നമ്മുടെ പ്ലാസ്റ്റർ പാരീസ് ഒഴിക്കുമ്പോഴാണ് കറക്റ്റ് നമ്മൾ ഫിക്സൊക്കെ ആക്കി എടുക്കേണ്ടത്. നമുക്ക് പ്ലാസ്റ്റർ പാരീസ് എടുക്കണം. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റർ പാരീസിൻ്റെ സെക്ഷനിലേക്ക് അങ്ങ് നേരെ പോവാം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ പാരീസിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റർ പാരീസ് ജസ്റ്റായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വരുന്നില്ലല്ലോ ഗൈസ്, നമ്മൾ ചെറുതായിട്ടൊന്നും ചമ്മിപ്പോയി. പ്ലാസ്റ്റർ പാരീസ് നമ്മൾ ശരിക്കും മുറിക്കാതെയാണ് എടുത്തത്. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ പാരീസ് മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ലെയറും കൂടി ഉണ്ടായിരുന്നു ആ പ്ലാസ്റ്റർ പാരീസിൻ്റെ അകത്ത്. അതാണ് നമുക്ക് പറ്റിപ്പോയ ചതി. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പാത്രത്തിലേക്ക് പ്ലാസ്റ്റർ പാരീസ് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നല്ലപോലെ പ്ലാസ്റ്റർ പാരീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പ്ലാസ്റ്റർ പാരീസ് എല്ലാം കുടഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ള അടുത്ത പണി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ആക്കണം. മിക്സ് നല്ലപോലെ വെള്ളം ആക്കണം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റപ്പ് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിക്കുന്നൊന്നും വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല. ഒഴിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഈ വീഡിയോ പിടിക്കുന്നതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒഴിക്കുമ്പോൾ ഭയങ്കര ചടങ്ങാണ് വീഡിയോ പിടിക്കുന്നത്. അതാണ് ഇത് നമ്മളങ്ങനെ പ്ലാസ്റ്റർ പാരീസ് എല്ലാം ഒഴിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ബ്രഷ് വെച്ച് നല്ലപോലെ ഒരു സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ചുമ്മാ വെച്ച് ഒരു രസമില്ലാത്തതുകൊണ്ട് ബ്രഷൊക്കെ വെച്ച് നല്ലപോലെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പണി എന്ന് പറയുമ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. ഈ പുഴയുടെ അടിവശത്തെന്ന് പറയുമ്പോൾ ഞാൻ ചെറുതായിട്ടൊരു നീല കളറ് അടിക്കുന്നുണ്ട്. എന്നാലാണ് നമ്മുടെ ഈ വെള്ളം വരുമ്പം നീല വെള്ളം പോലെ തോന്നിക്കുള്ളൂ. ഇതാണ് നമ്മൾ നീല കളർ അടിച്ചിട്ടുണ്ട്. പിന്നെ ബ്രൗൺ കളറ് മണ്ണിനും കൂടെ അടിച്ചിട്ടുണ്ട്. എനിക്ക് വേറെ കളറൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ബ്രൗൺ കളർ തന്നെ അടിച്ചത്. പിന്നെ ഇവിടെ മാക്സിമം നമുക്ക് പച്ചയാക്കാൻ നോക്കാം. അതാണ് പച്ചയാക്കിയേ പറ്റത്തുള്ളൂ. നമ്മളങ്ങനെ മല ഇതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമ്മളിതേ ഗ്ലൂഗണ്ണിൻ്റെ ഗ്ലൂ സ്റ്റിക്ക് എടുത്തു.
അത് ഉരുക്കിയാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്, കണ്ടോ ഗൈസ്. ചെറുതായിട്ട് ബബിളൊക്കെ വരുന്നുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പൊക്കോളും. ഉണ്ട്, നല്ല രസമാണ്, വെള്ളം കറക്റ്റ് വരുന്ന പോലെ തന്നെയുണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ സെറ്റപ്പ് ആവുക. എന്നിട്ട് അവിടെയാണ് നമുക്ക് വഞ്ചി പ്ലേസ് ചെയ്യേണ്ടത്. ഇത് നമുക്കൊരു കുറുകെ ഒരു പാലം പോകുന്നതായിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യണം. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റൊക്കെ നമുക്കൊക്കെ വീടൊക്കെ വച്ച് നോക്കണം. അവിടെ ടെമ്പിൾ, പിന്നെ ആ മരം ഒരു ഇന്നത് വരും. മരം നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ പ്ലാസ്റ്റർ പാരീസ് തന്നെ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയ സാധനമാണിത്. കണ്ടിട്ട് ജസ്റ്റ് എനിക്ക് കുറച്ച് പാറക്കല്ല് പോലെ തോന്നി. അപ്പോൾ നമ്മുടെ ഇത് അലങ്കരിക്കാൻ പറ്റിയതാണെന്ന് തോന്നി, അതുകൊണ്ട് നമ്മൾ ഇതും കൂടി എടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒരു വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഉള്ള പെയിൻ്റാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റിന് കരിങ്കല്ലൊക്കെ പോലെ തോന്നുന്നുണ്ട്. ഇതും പല വശത്തൊക്കെ ആയിട്ട് ഒട്ടിക്കണം. പിന്നെ നമ്മൾ വീടൊക്കെ പ്ലേസ് ചെയ്തു, വഞ്ചി ഒട്ടിച്ചു. ഇത് ഞാൻ പെട്ടെന്ന് കാണിക്കുന്ന, ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നുണ്ട് തന്നെയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മരങ്ങളാണിത്. ഇനിയും നമുക്ക് കുറച്ച് മരം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളത് അന്നത്തെ വീഡിയോയിൽ ആ സ്റ്റെപ്പ് തന്നെ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കണ്ടതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണൊക്കെ ഇച്ചിരി നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്, അതാണ് കണ്ടാൽ അറിയാം. പിന്നെ നമ്മൾ സൈഡിലൊക്കെ ചെറുതായിട്ട് വൈറ്റ് കളറ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളർ വെച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒപ്പി കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ ചെറിയൊരു വെള്ളം വന്നൊക്കെ ഒരു അടിച്ച ഫീല്. പിന്നെ പാറ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. മരം ഇത്രയൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇനിയും കുറച്ച് മരം കൂടി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒട്ടിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം. ഇത്രയാണ്. പിന്നെ നമുക്ക് പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പാലം നമ്മൾ ലാസ്റ്റായിരിക്കും സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ മിച്ചം വരുന്ന സ്പോഞ്ച്, അതേ സാധനം തന്നെ നമ്മൾ ഇച്ചിരി നൈസായിട്ട് വെട്ടിയായിരിക്കും ഈ പുഴയുടെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ പോലെയൊക്കെ സെറ്റ് ചെയ്യുന്നത്. വഞ്ചിയുടെ സൈഡിൽ നമ്മളൊരു ചെറി ബ്ലോസം പോലെ വെച്ചിട്ടുണ്ട്. ചെറി ബ്ലോസം ഇടയ്ക്കിടയ്ക്ക് മാത്രം മതി. ഗൈസ്, ഫൈനലി നമ്മളെ എല്ലാ പരിപാടിയും തീർത്തിട്ടുണ്ട്. മരം വെച്ചു, ചെടിയെല്ലാം വെച്ചു, ഇടയ്ക്കിടയ്ക്ക് ആ പാറക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറി ബ്ലോസം ഇടയ്ക്കിടയ്ക്കാണ് വെച്ചത്. എല്ലാം ഒരു സൈഡിൽ നിന്നാൽ ചില സമയത്ത് രസമായിരിക്കും, ചിലപ്പോൾ രസമല്ലായിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. നമ്മൾ പാലം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വഞ്ചി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗോയിങ് മേറി ഷിപ്പില്ലേ, അത് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെക്കാൻ സ്ഥലമില്ലാതിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ആ പുഴയിലൂടെ ഒഴുകി വരുന്ന പോലെ ആയിട്ട് അതും കൂടി അങ്ങ് വെച്ച് കൊടുത്തു. ഇതാണ് നമ്മുടെ പരിപാടി. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. നമ്മുടെ കയ്യിൽ സ്മോക്കറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ എടുത്ത് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.